പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ അന്താരാഷ്ട്ര സംഘടനകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 സംഘടനകൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അല്ലേ? പ്രധാനപ്പെട്ട 4 സംഘടനകളാണ്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യാവകാശ സംഘടനയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആംനസ്റ്റി ഇന്റർനാഷണൽ. അല്ലേ? പിന്നെ ലോക വ്യാപാര സംഘടന പഠിച്ചു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പഠിച്ചു. ആസിയാന്റെ ഒരു സാമ്പത്തിക ഘടകമായ ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ എപെക് പഠിച്ചു. ശരിയാണ്. മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാനപ്പെട്ട 6 സംഘടനകൾ പഠിക്കണം എന്നതാണ് ലക്ഷ്യം. അതിൽ ആദ്യത്തേത് ഒരു സംഘടന, സംഘടനയുടെ സാമ്പത്തിക ഘടകമായ ഒരു ഉപസംഘടന, പിന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച് പഠിക്കണം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിങ്ങൾക്ക് പരിചിതമാണ്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ 3 പഠിച്ചുറപ്പിക്കും. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമായത് 2009-ലാണ്. അന്ന് ബ്രിക്സ് എന്ന് തന്നെയാണ് അറിയപ്പെടുക. പക്ഷേ ഈ ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നില്ല എല്ലാ അക്ഷരങ്ങളും. അവസാനത്തെ എസ് സ്മാൾ ലെറ്ററിലും ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലുമായിരുന്നു. കാരണം നിലവിൽ വന്നപ്പോൾ 4 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ പേരിലുള്ളതുപോലെ BRIC എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന 4 രാജ്യങ്ങൾ. 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അന്ന് ബഹുവചനം എന്ന് ചേർക്കാൻ വേണ്ടി സ്മാൾ ലെറ്റർ എസ് ആണ് ചേർത്തിരുന്നത്. BRICS ഇങ്ങനെ. ഏതൊക്കെയായിരുന്നു 4 രാജ്യങ്ങൾ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. 2010 സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക അംഗമായി. ദക്ഷിണാഫ്രിക്ക അംഗമായപ്പോൾ ഈ സ്മാൾ ലെറ്റർ എസ് എന്തായിട്ട് മാറി? ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആക്കി. അപ്പോൾ രൂപീകരിച്ചപ്പോഴും 2010 സൗത്ത് ആഫ്രിക്ക അംഗമായപ്പോഴും എപ്പോഴും അറിയപ്പെട്ടത് ഒരേ പേര് തന്നെ, ബ്രിക്സ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും മറ്റേതെങ്കിലും അക്ഷരത്തിൽ തുടങ്ങുന്ന രാജ്യങ്ങളാണല്ലോ. ചിലപ്പോൾ പേര് മാറ്റിയേക്കാം. അല്ലെങ്കിൽ ഇതേ പേരിൽ തന്നെ എന്ത് ചെയ്യും? പ്രവർത്തിച്ചു പോരും. അംഗങ്ങൾ കൂടുതൽ വരാം. കുഴപ്പമൊന്നുമില്ല. കാരണം നിലവില് എത്ര അംഗങ്ങളുണ്ട്? 11 അംഗങ്ങളുണ്ട് നിലവില്. 2024 പുതിയ 6 അംഗങ്ങളെ കൂട്ടിച്ചേർത്തു. അവരുടെ പേരൊന്നും ഈ സംഘടനയുടെ പേരിനോട് ചേർത്തില്ല കേട്ടോ. അപ്പോ ബ്രിക്സ് സ്ഥാപിതമായത് 2009. നിലവിൽ വന്നപ്പോഴുള്ള അംഗസംഖ്യ 4 ആയിരുന്നു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. BRIC. ബ്രിക്. 2010 സൗത്ത് ആഫ്രിക്ക അംഗമായി. അങ്ങനെ ബ്രിക്സ് ആയിട്ട് മാറി. നിലവിലെ ആകെ അംഗങ്ങൾ 11 ആണ്. 2024 6 പുതിയ അംഗങ്ങളെ കുറിച്ച്. 6 അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. 3 പഠിച്ചോ? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഇപ്പൊ തന്നെ പഠിക്കണം കേട്ടോ. പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ. ഏതൊക്കെ? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നീ 6 രാജ്യങ്ങൾ 2024 അംഗമായി. ഓക്കെ, മറക്കില്ലല്ലോ. 2009 4 രാജ്യങ്ങൾ, 2010 സൗത്ത് ആഫ്രിക്ക വരുമ്പോൾ 5 രാജ്യങ്ങളായി. 2024 പുതിയ 6 രാജ്യങ്ങൾ. അങ്ങനെ മൊത്തം എത്രയാ? 11 അംഗരാജ്യങ്ങളായിട്ട് മാറി. ബ്രിക്സ് ഉച്ചകോടി 16ാമത് ഉച്ചകോടി നടന്നത് 2024 റഷ്യയിലെ കസാൻ എന്ന സ്ഥലത്ത്. 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച്. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കേണ്ടത് ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പൊ 2026 ഇന്ത്യയിലാണ് നടക്കുക. അതുകൊണ്ട് PSC ഉറപ്പായിട്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മറന്നു പോകരുത്. അപ്പോ 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 നടന്നത് റഷ്യയിലെ കസാനിൽ വെച്ച്. 2025 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് എവിടെ? ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന നഗരത്തിൽ വെച്ച്. ബ്രിക്സ് ഉച്ചകോടി 18ാമത്തേത്, അതിൽ 2026 നടക്കേണ്ടത് എവിടെയാ? ഇന്ത്യയിലുമാണ്. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുക, NDB. അത് ബ്രിക്സ് എന്ന സംഘടനയുടെ കീഴിലായതുകൊണ്ട് ഇതിനെ ബ്രിക്സ് ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ബ്രിക്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഔദ്യോഗിക പേര് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഔദ്യോഗികമായ പേര് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ്. പക്ഷെ നമ്മൾ ബ്രിക്സ് എന്ന സംഘടനയുടെ കീഴിലായതുകൊണ്ട് അതിനെ ബ്രിക്സ് ബാങ്ക് എന്ന് വിളിക്കും. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് നമുക്ക് ബ്രിക്സ് ബാങ്കിലേക്ക് പോകാം. ബ്രിക്സ് സ്ഥാപിതമായത് 2009. നിലവിൽ വന്നപ്പോഴുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത് 4 ആണ്.
ആരൊക്കെ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. 2010 സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക അംഗമായി. അങ്ങനെ 5 അംഗങ്ങളായി മാറി. നിലവിലെ ആകെ അംഗങ്ങൾ 11 അപ്പോൾ ബാക്കി 6 അംഗങ്ങൾ എവിടെ നിന്ന് വന്നു? 2024 കൂട്ടിച്ചേർക്കപ്പെട്ടു. ആരൊക്കെയാ? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ. ബ്രിക്സ് ഉച്ചകോടി 16 നടന്നത് 2024 റഷ്യയിലെ കസാൻ എന്ന സ്ഥലത്ത്. 17 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച്. 18 ഉച്ചകോടി 2026 എവിടെ വെച്ച് നടക്കും? ഇന്ത്യയിൽ വെച്ച് നടക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. കാരണം ബ്രിക്സ് എന്ന സംഘടനയുടെ കീഴിൽ രൂപീകരിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതിനെ ബ്രിക്സ് ബാങ്ക് എന്ന് വിളിക്കാറ്. ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് 2014 ജൂലൈ 15. 2014 ജൂലൈ 15 സ്ഥാപിതമായി. രൂപീകരണത്തിന് കാരണമായ സമ്മേളനം അല്ലെങ്കിൽ ഏത് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ബ്രിക്സ് ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത്? 2013 ഡർബനിൽ നടന്ന സമ്മേളനത്തിൽ. 2013 ഡർബനിൽ നടന്ന സമ്മേളനത്തിൽ. ഈ സമ്മേളനത്തിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത്? ഈ സമ്മേളനത്തിന് പ്രകാരം ഒപ്പുവെച്ച ഉടമ്പടി. അല്ലെങ്കിൽ ബ്രിക്സ് ഡെവലപ്മെന്റ് രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രസീലിലെ 2014 നടന്ന സമ്മേളനം. അത് ഫൊർട്ടലൈസ സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഡർബൻ 2013. ആദ്യഘട്ട ചർച്ചകൾ നടക്കുന്നു. പിന്നെ ഉടമ്പടി ഒപ്പുവെക്കുന്നത് എപ്പോഴാണ്? 2014 ബ്രസീലിൽ വെച്ച് ഫൊർട്ടലൈസ സമ്മേളനത്തിൽ വെച്ച്. അതുകൊണ്ട് അതിനെ ഫൊർട്ടലൈസ ഉടമ്പടി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. ബ്രിക്സിന്റെ കീഴിൽ ആരംഭിച്ച ഡെവലപ്മെന്റ് ബാങ്ക് അതിനെ എന്തെന്ന് വിളിച്ചു? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് NDB എന്ന് വിളിച്ചു. ആസ്ഥാനം ചൈനയിലെ ഹാങ്ഷായി ആണ്. പ്രവർത്തനം ആരംഭിച്ചത് 2015 ജൂലൈ 21. സ്ഥാപിതമായത് 2014 ജൂലൈ 15. പ്രവർത്തനം ആരംഭിച്ചത് ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് നിലവിൽ വന്നത് 2015 ജൂലൈ 21 മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് 2014 ജൂലൈ 15. രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം നടന്നത് ഡർബനിൽ 2013. തുടർന്ന് ഉടമ്പടി ഒപ്പുവെക്കുന്നത് 2014 ബ്രസീലിൽ നടന്ന ഫോർട്ടലൈസ സമ്മേളനം. അതുകൊണ്ട് ഇത് ഫോർട്ടലൈസ ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ്, NDB. ആസ്ഥാനം ചൈനയിലെ ഹാങ്ഷായ്. പിന്നെ പ്രവർത്തനം ആരംഭിച്ചത് 2015 ജൂലൈ 21. ഓക്കെ അല്ലേ? ഇനി ചുമതല എന്താണ്? ചുമതല അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. ബ്രിക്സ് എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങൾ നിലവിൽ 11 ഉണ്ട് അല്ലെ? ആ ബ്രിക്സ് എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. അധ്യക്ഷന്റെ കാലാവധി 5 വർഷമാണ്. പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് KV കാമത്ത് എന്ന ഇന്ത്യക്കാരനായിരുന്നു. നിലവില് ഡിൽമ വാന റൂസഫ് എന്ന ബ്രസീലിയൻ വനിത. ഡിൽമ വാന റൂസഫ്, ബ്രസീൽ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ബീജിംഗ് ആണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വായ്പ നൽകുന്ന ബ്രിക്സ് ബാങ്കിന്റെ അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഉപവിഭാഗമാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചൈനയിലെ ബീജിംഗുമാണ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷായി ആണ്. എന്നാൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ബീജിംഗ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ബ്രിക്സ് ബാങ്കിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? അംഗരാജ്യങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുക. അധ്യക്ഷന്റെ കാലാവധി 5 വർഷം. പ്രഥമാധ്യക്ഷൻ KV കാമത്ത് എന്ന ഇന്ത്യക്കാരൻ. നിലവില് ഡിൽമ വാന റൂസഫ്, ബ്രസീൽ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ചൈനയിലെ ബീജിംഗുമാണ്. പൂർണ്ണമായിട്ട് ബ്രിക്സും ബ്രിക്സ് ബാങ്കും റിവിഷൻ ചെയ്താലോ? ബ്രിക്സ് സ്ഥാപിതമായത് 2009. നിലവിൽ വന്നപ്പോഴുള്ള അംഗസംഖ്യ 4. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ. 2010 സൗത്ത് ആഫ്രിക്ക അംഗമായി. അങ്ങനെ 5 അംഗങ്ങൾ. നിലവിലെ ആകെ അംഗങ്ങൾ 11. 2024 6 പുതിയ അംഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നിവ. ബ്രിക്സ് ഉച്ചകോടി 16 നടന്നത് 2024 റഷ്യയിലെ കസാനിൽ വെച്ച്. 17 ബ്രിക്സ് ഉച്ചകോടി 2025 റിയോ ഡി ജനീറോ. 18 ഉച്ചകോടി 2026 ഇന്ത്യയിൽ വെച്ച് നടക്കും. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതിനെ ബ്രിക്സ് ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്.
ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് 2014 ജൂലൈ 15. രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം നടന്ന ഡർബനിൽ 2013. 2014 ബ്രസീലിൽ വെച്ച് ഫോർട്ട്ലേസ് സമ്മേളനത്തിൽ വെച്ച് ഔദ്യോഗികമായി ഉടമ്പടി ഒപ്പുവെച്ചു. ആസ്ഥാനം ചൈനയിലെ ഹാങ്ഷായ്. പ്രവർത്തനം ആരംഭിച്ചത് 2015 ജൂലൈ 20. എന്താണ് ചുമതല? അംഗരാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. അധ്യക്ഷന്റെ കാലാവധി 5 വർഷം. ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ.വി. കാമത്ത് ഇന്ത്യൻ. നിലവില് ദിൽമ വാനർ യൂസഫ് ബ്രസീൽ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ചൈനയിലെ ബീജിംഗ് ആണ്. അടുത്ത് പറയുന്നു പരിസ്ഥിതി സംഘടനകളാണ് പറയുക. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ഒരു കഥയുണ്ട്. അമേരിക്ക പ്രത്യേകിച്ച് ആണവ പരീക്ഷണം നടത്തുന്ന ആ കാലഘട്ടം. വാൻകൂവർ എന്ന പ്രദേശം അലൂഷ്യൻ ദ്വീപിലെ കാനഡ എന്ന രാജ്യത്തെ അലൂഷ്യൻ ദ്വീപിലെ വാൻകൂവർ എന്ന സ്ഥലത്ത് അമേരിക്ക ആണവ പരീക്ഷണം നടത്താൻ ലക്ഷ്യമിടുന്നു. അവിടെ ഒട്ടനവധി പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ട ഭൂപ്രദേശമാണെന്നും അവിടെ ഒട്ടനവധി ജീവജാലങ്ങളുണ്ടെന്നും അവിടെ ആണവ പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ അവയെല്ലാം നശിച്ചു പോകുമെന്നും ഒരു കൂട്ടം ആൾക്കാരെ കണക്കാക്കി. അവര് ഗ്രീൻ പീസ് എന്ന ചെറു ബോട്ടിൽ കയറി അലൂഷ്യൻ ദ്വീപിലേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലോക ശ്രദ്ധയിൽ ഈ ആണവ പരീക്ഷണം കൊണ്ടുവരുന്നതിന് വേണ്ടി. അങ്ങനെ ലോക ശ്രദ്ധയെ ആകർഷിച്ചാൽ അമേരിക്ക ആണവ പരീക്ഷണത്തിൽ നിന്ന് പിൻവാങ്ങും എന്നതായിരുന്നു കാഴ്ചപ്പാട്. അതില് ഒരു പരിധിവരെ ഇവർ വിജയിച്ചു എന്ന് പറയാം. അലൂഷ്യൻ ദ്വീപിൽ ഇവർ ഗ്രീൻ പീസ് എന്ന ചെറുവള്ളത്തിൽ അല്ലെങ്കിൽ ബോട്ടിൽ എത്തിച്ചേരുകയും അത് പ്രകാരം അമേരിക്ക എന്ത് ചെയ്തു? ഈ ആണവ പരീക്ഷണത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. ആ ആശയം അവരെ ചെറിയ രീതിയിലാണ് ആരംഭിച്ചത്. തുടർന്ന് മറ്റ് ഭൂപ്രദേശങ്ങളിലേക്കും പരിസ്ഥിതി സംരക്ഷക പ്രവർത്തനം എന്ന ആശയം പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. ഈ ഒരു ആശയം മറ്റ് ലോകരാജ്യങ്ങൾ അറിഞ്ഞപ്പോൾ ആ രാജ്യങ്ങളിലും ഇതേ ആശയം സ്വീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ആശയങ്ങളെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ എന്ന സംഘടന പിന്നീട് എന്തായിട്ട് മാറി? ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആയിട്ട് മാറി. അപ്പൊ നമ്മൾ രണ്ട് സംഘടനയായിട്ടാണ് പറയുന്നത്. ഇത് പ്രാദേശിക സംഘടനയാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. ഈ ഗ്രീൻ പീസ് ഫൗണ്ടേഷന്റെ പിൻഗാമിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, നമുക്ക് പഠിച്ചുറപ്പിക്കാം. ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. പിൽക്കാലത്ത് ഇത് എന്തായിട്ട് മാറി? ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആയിട്ട് മാറി. അപ്പോ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന എന്ന് പറയാം. ഒരു ഗവൺമെന്റ് ഇതര പാരിസ്ഥിതിക സംഘടന, നമ്മൾ NGO എന്നാ പറയുക, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. ഒരു ഗവൺമെന്റ് ഇതര പാരിസ്ഥിതിക സംഘടനയാണ്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒന്നും ഇതിൽ അംഗങ്ങളല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. സിവിലിയൻസ് ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ആശയപ്രചരണമാണ്. സ്ഥാപിതമായത് 1971. ഇവിടെ കാനഡയിലെ വാൻകൂവർ അല്ലെങ്കിൽ അലൂഷ്യൻ ദ്വീപ് എന്ന് പറയാം. അലൂഷ്യൻ ദ്വീപിലെ ഒരു ഭൂപ്രദേശമാണ് വാൻകൂവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാനഡയിലെ വാൻകൂവർ അല്ലെങ്കിൽ അലൂഷ്യൻ ദ്വീപ് ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ബെൻ മെറ്റ്കാഫ് ആയിരുന്നു. ഈ ബെൻ മെറ്റ്കാഫിന്റെ നേതൃത്വത്തിലായിരുന്നു അലൂഷ്യൻ ദ്വീപിലേക്ക് എന്ത് ചെയ്യുന്നത്? ഗ്രീൻ പീസ് എന്ന ബോട്ടിൽ ഇവര് എത്തിച്ചേരുകയും അതിന്റെ ഭാഗമായിട്ട് അമേരിക്ക ആണവ പരീക്ഷണം പിൻവലിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ പ്രാധാന്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന, ഒരു ഗവൺമെന്റ് ഇതര പാരിസ്ഥിതിക സംഘടന. സ്ഥാപിതമായത് 1971. ഇവിടെ കാനഡയിലെ വാൻകൂവർ എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അലൂഷ്യൻ ദ്വീപില്. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ബെൻ മെറ്റ്കാഫ് ആണ്. അടുത്ത നമ്മൾ പറയുന്നത് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ. ഗ്രീൻ പീസ് ഫൗണ്ടേഷനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന് പറയുക. ഗ്രീൻ പീസ് ഇന്റർനാഷണൽ രൂപം കൊണ്ടത് 1979 ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആംസ്റ്റർഡാം. ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ മുൻഗാമിയായി കണക്കാക്കുന്നത് ഗ്രീൻ പീസ് ഫൗണ്ടേഷനെയാണ്. ഇവിടെ ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് ഡേവിഡ് മക് ഡഗാർഡ് ആണ്. ആരാണ്? ഡേവിഡ് മക് ഡഗാർഡ്. ഡേവിഡ് മക് ഡഗാർഡ്. ഗ്രീൻ പീസ് ഫൗണ്ടേഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ബെൻ മെറ്റ്കാഫ്. 1971 ആരംഭിച്ച സംഘടന ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. അതിന്റെ ആദ്യ ചെയർമാൻ ബെൻ മെറ്റ്കാഫ് ആണ്. ഇവിടെ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആരംഭിച്ചത് 1979. അതിന്റെ ആദ്യ ഡയറക്ടർ അല്ലെങ്കിൽ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഡേവിഡ് മക് ഡഗാർഡ്. പാരിസ്ഥിതിക ആശയപ്രചരണം തന്നെയാണ് ലക്ഷ്യം. എല്ലാത്തരം പരിസ്ഥിതിയെയും സംരക്ഷിക്കുക. തിമിംഗല വേട്ട, ട്രോളിംഗ്, ഉൾക്കടൽ മത്സ്യബന്ധനം, ആഗോളതാപനം, വനനശീകരണം എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്
ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ അഥവാ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ എന്ന് പറയുക. ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ മുൻഗാമിയാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. ഓർമ്മിച്ചേക്കാമോ? എന്നുള്ള നമുക്ക് വിഷയം ഉറപ്പിക്കാം. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന. ഒരു ഗവൺമെന്റിതര പാരിസ്ഥിതിക സംഘടന. സ്ഥാപിതമായത് 1971. കാനഡയിലെ വാൻകൂവർ അഥവാ അലൂഷ്യൻ ദ്വീപിൽ. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ബെൻ മെറ്റ്കഫ്. ഗ്രീൻ പീസ് ഇന്റർനാഷണൽ രൂപം കൊണ്ടത് 1979. ആസ്ഥാനം ആംസ്റ്റർഡാം. മുൻഗാമി ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. ആദ്യ ഡയറക്ടർ ഡേവിഡ് മക്ഡത്ത. ലക്ഷ്യം തിമിംഗലവേട്ട, ട്രോളിംഗ്, ഉൾക്കടൽ മത്സ്യബന്ധനം, ആഗോളതാപനം, വനനശീകരണം എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാം. അടുത്ത് പറയുന്നു ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. ഗ്രീൻ ബെൽറ്റ്. ഗ്രീൻ പീസ് ഫൗണ്ടേഷനും ഗ്രീൻ പീസ് ഇന്റർനാഷണലും നമ്മൾ പഠിച്ചു. അതേ സാമ്യമുള്ള ഒരു പേരാണ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. എന്നാൽ ഗ്രീൻ പീസ് ഫൗണ്ടേഷനുമായോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇന്റർനാഷണലുമായിട്ടോ ഈ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് ബന്ധമൊന്നുമില്ല. എന്നാൽ ഇതൊരു പരിസ്ഥിതി സംഘടനയാണ് എന്നത് യാഥാർത്ഥ്യവുമാണ്. കേട്ടോ? അപ്പോ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിതമായത് 1977. കെനിയൻ വംശജയായ വങ്കാരി മാതായിയാണ് തുടക്കം കുറിച്ചത്. വങ്കാരി മാതായി ഗ്രീൻ ബെൽറ്റ് എന്ന പ്രസ്ഥാനം സ്ഥാപിക്കുകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയായ വങ്കാരി മാതായിക്ക് നോബൽ പുരസ്കാരം ലഭിച്ചു. അങ്ങനെ നോബൽ പുരസ്കാരം നേടുന്ന ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ് ആര്? വങ്കാരി മാതായി. ഏത് വർഷമാണ് കിട്ടുക? 2004. ഗ്രീൻ ബെൽറ്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കെനിയയിലാണ്. മറക്കില്ലല്ലോ. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിതമായത് 1977. സ്ഥാപക വങ്കാരി മാതായി. നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തക 2004. ആസ്ഥാനം എന്ന് പറയുന്നത് കെനിയയാണ്. ഓക്കെ. അപ്പൊ ഓർമ്മിക്കുക, ആസ്ഥാനം കെനിയയാണെങ്കിലും ഈ ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം പ്രധാനമായിട്ട് പരിസ്ഥിതി സംരക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ പരിസ്ഥിതി സംരക്ഷണം മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല. പരിസ്ഥിതി സംരക്ഷണവുമുണ്ട്. കൂടാതെ ഒരു സ്ത്രീ തുടക്കം കുറിച്ച സംഘടനയാണ് അല്ലെ. അതുകൊണ്ട് അവിടെ ഉറപ്പായിട്ടും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമായിരുന്നു. നോക്കാം, ലക്ഷ്യം എന്താ? മരം നടുക, പരിസ്ഥിതി സംരക്ഷിക്കുക, കൂടാതെ സ്ത്രീ ശാക്തീകരണം. ഇവയിലൂടെ ഗ്രാമീണ സമൂഹങ്ങളുടെ ഉപജീവനം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് എന്ത് പ്രൈസ് കിട്ടുക? നോബൽ പ്രൈസ് കിട്ടുക. ഓക്കെ. അപ്പൊ ലക്ഷ്യം എന്താണ്? മരം നടുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സ്ത്രീ ശാക്തീകരണം നടത്തുക. ഈ 3 കാര്യങ്ങളിലൂടെയും ഗ്രാമീണ സമൂഹങ്ങളുടെ ഉപജീവനം ഉറപ്പാക്കുക എന്നതാണ് ഈ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. എന്നാൽ ഗ്രീൻ ബെൽറ്റ് എന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെനിയയിലുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ്? മരം നടൽ, പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം എന്നിവയിലൂടെ ഗ്രാമീണ സമൂഹങ്ങളുടെ ഉപജീവനം മെച്ചപ്പെടുത്തുക. ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം രൂപം കൊണ്ടത് എവിടെയാണ്? ഇംഗ്ലണ്ടിലുമാണ്. അതുകൊണ്ട് നമുക്ക് വിഷയം ചെയ്താലോ? ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിതമായത് 1977. സ്ഥാപകര് വങ്കാരി മാതായി. വങ്കാരി മാതായി. നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകർ 2004. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കെനിയ. ലക്ഷ്യം മരം നടൽ, പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം എന്നിവയിലൂടെ ഗ്രാമീണ സമൂഹങ്ങളുടെ ഉപജീവനം മെച്ചപ്പെടുത്തുക. ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലും. അവിടെ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. കുട്ടികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി കുട്ടികൾക്ക്, യുവാക്കൾക്ക് വേണ്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രായം കൂടിയ യുവാക്കളല്ല, കുട്ടികൾ എന്നതിൽ നിന്ന് തൊട്ടപ്പുറത്ത് യുവജനങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞവർ. കേട്ടോ? കാരണം സ്കൂൾ കോളേജ് തലങ്ങളിലാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉള്ളത് എന്നതാണ് പ്രാധാന്യം. ഇന്ത്യയിലെ സംബന്ധിച്ചിട്ട് സ്കൂൾ തലങ്ങളിൽ മാത്രമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉള്ളത്. കോളേജ് തലങ്ങളിൽ അധികം പ്രാധാന്യമില്ല. എന്നാൽ അന്തർദേശീയ തലത്തിൽ കലാലയം വരെ അല്ലെങ്കിൽ സർവകലാശാലയിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം, സ്കൗട്ട് രൂപീകരിച്ചത് 1907. സ്കൗട്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് ആർക്കൊക്കെ അംഗങ്ങളാകാം? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അംഗങ്ങളാകാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ഗൈഡ്സ് രൂപീകരിച്ചത് 1910ലാണ്. അത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നു. സ്ഥാപകർ റോബർട്ട് എസ് ബെയ്ഡൻ പവൽ, പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയായ ആഗ്നസ്. റോബർട്ട് എസ് ബെയ്ഡൻ പവൽ, പിന്നെ ആഗ്നസ്.
അദ്ദേഹത്തെ ചുരുക്കി പലപ്പോഴും PSC ഓപ്ഷനിൽ തരുന്നത് ബെഡൻ പവൽ എന്നാണ്. യഥാർത്ഥ പേര് റോബർട്ട് എസ് ബെഡൻ പവൽ. പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയായ ആഗ്നസ്. ആഗ്നസ് പ്രധാനമായും ഈ ഗേറ്റ്സ് പ്രസ്ഥാനം രൂപീകരിക്കുമ്പോഴാണ് പങ്കാളിയാവുക. ആദ്യം സ്കൗട്ട് രൂപീകരിച്ചത് 1907 ആര് മാത്രമായിരുന്നു? റോബർട്ട് എസ് ബെയ്ഡൻ പവൽ മാത്രമായിരുന്നു. 1910 ഗേറ്റ്സ് പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ സഹോദരിയായ ആഗ്നസ് കൂടെ പങ്കാളിയായിട്ട് മാറി. സ്കൗട്ട്സ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ജനീവയിലും ഗേറ്റ്സ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ലണ്ടനുമാണ്. അപ്പോ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് നമ്മൾ ഒരുമിച്ചാണ് പറയുക സംഘടനയെ. പക്ഷേ സ്കൗട്ട്സ് രൂപീകരിച്ചത് 1907, ഗേറ്റ്സ് രൂപീകരിച്ചത് 1910. സ്കൗട്ട്സ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ജനീവയും ഗേറ്റ്സ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനുമാണ്. ആപ്തവാക്യം ബി പ്രിപ്പയർഡ്, തയ്യാറായിരിക്കുക. എന്തിനു വേണ്ടി? രാജ്യസേവനമാകാം, സാമൂഹിക പ്രവർത്തനങ്ങളാകാം, എന്തിനും നമ്മുടെ സമൂഹം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യത്തിനും തയ്യാറായിരിക്കുക. നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യമാകാം, നമ്മുടെ പ്രാദേശിക ഭരണകൂടമാകാം, ആരും ആയിക്കോട്ടെ. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏതൊരു കാര്യവും ചെയ്യാൻ തയ്യാറായിരിക്കുക. ബി പ്രിപ്പയർഡ്, തയ്യാറായിരിക്കുക. ഓക്കെ അല്ലേ? നിങ്ങളിൽ പലരും ചിലപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനത്തിൽ അംഗങ്ങളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് അറിയാം അല്ലെ? കുട്ടികളിലും യുവാക്കളിലും ആത്മാർത്ഥത, സാമൂഹിക സേവനം, രാജ്യസേവനം എന്നിവ വളർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എന്നാൽ അത് മാത്രമാണോ? അല്ല. കുട്ടികളില് സ്വഭാവ രൂപവൽക്കരണം, രാജ്യത്തോടുള്ള ആത്മാർത്ഥത, സാമൂഹ്യ സേവനം എന്നിവ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ജനിപ്പിക്കുക. സ്വഭാവ രൂപവൽക്കരണം, രാജ്യത്തുള്ള ആത്മാർത്ഥത, സാമൂഹ്യ സേവനം എന്നിവ ഉറപ്പുവരുത്തുക. ലോക സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. ലോക സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. ഓക്കെ അല്ലെ? സ്വഭാവ രൂപവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. രാജ്യത്തുള്ള ആത്മാർത്ഥത, സാമൂഹ്യ സേവനം എന്നിവയ്ക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ലക്ഷ്യം എന്തൊക്കെയാണ്? കുട്ടികളിലും യുവാക്കളിലും ആത്മാർത്ഥത, സാമൂഹ്യ സേവനം, രാജ്യസേവനം എന്നിവ വളർത്തുക. സ്വഭാവ രൂപവൽക്കരണത്തിനും രാജ്യത്തോടുള്ള ആത്മാർത്ഥത, സമൂഹ സേവനം എന്നിവ ഉറപ്പുവരുത്തുക. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ഉറപ്പിച്ചാലോ? സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. സ്കൗട്ട്സ് പ്രസ്ഥാനം രൂപീകരിച്ചത് 1907 ആര് മാത്രമായിരുന്നു? റോബർട്ട് എസ് ബെർഡൻ പൗൽ മാത്രമായിരുന്നു. പിന്നീട് ഗേറ്റ്സ് പ്രസ്ഥാനം രൂപീകരിച്ചത് 1910 റോബർട്ട് എസ് ബെയ്ഡൻ പൗലിനോടൊപ്പം സഹോദരിയായ ആഗ്നസോട് കൂടിച്ചേർന്നു. നമ്മൾ പൊതുവായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ സ്ഥാപകർ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് പറയുന്നത്. സ്കൗട്ട്സ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. ഗേറ്റ്സ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ലണ്ടൻ. ആപ്തവാക്യം ബി പ്രിപ്പയർഡ്, തയ്യാറായിരിക്കുക. ഓക്കെയാണേ? പിന്നെ പറയുന്നു ലക്ഷ്യം കുട്ടികളിലും യുവാക്കളിലും ആത്മാർത്ഥത, സാമൂഹ്യ സേവനം, രാജ്യസേവനം എന്നിവ വളർത്തുക. സ്വഭാവ രൂപവൽക്കരണം, രാജ്യത്തോടുള്ള ആത്മാർത്ഥത, സമൂഹ സേവനം എന്നിവയ്ക്കും പ്രാധാന്യം. ലോക സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. അപ്പൊ നമ്മൾ ഇന്നേ ദിവസം പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ബ്രിക്സ് എന്ന സംഘടന, അതിന്റെ കീഴിൽ രൂപം കൊണ്ട ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, പിന്നെ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം പഠിച്ചു, ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ, ഗ്രീൻ പീസ് ഇന്റർനാഷണൽ, പിന്നെ ഏറ്റവും ഒടുവിലായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനം. പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോടാം. ബ്രിക്സ് സ്ഥാപിതമായത് 2009. നിലവിൽ വന്നപ്പോഴുള്ള അംഗസംഖ്യ 4. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. 2010 സൗത്ത് ആഫ്രിക്ക അംഗമായി. നിലവിലാകെ 11 അംഗങ്ങൾ. 2024 6 പുതിയ അംഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നിവ. 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് 2024 റഷ്യയിലെ കസാൻ എന്ന സ്ഥലത്ത്. 17ാമത് ഉച്ചകോടി നടന്നത് 2025 ബ്രസീലിലെ റിയോ ഡി ജനീറോ. 18ാമത് ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് 2026 നടക്കും. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അത് ബ്രിക്സ് ബാങ്ക് എന്നും ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് 2014 ജൂലൈ 15. രൂപീകരണത്തിന് കാരണമായ ആദ്യ സമ്മേളനം നടക്കുന്നത് ഡർബനിൽ വെച്ച് 2013. തുടർന്ന് ഉടമ്പടി ഒപ്പിട്ടത് 2014 ബ്രസീലിലെ ഫോർട്ടലൈസ സമ്മേളനത്തിൽ വെച്ച്. വിശേഷണം ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഹാങ്ഷായ്. പ്രവർത്തനം ആരംഭിച്ചത് 2015 ജൂലൈ 21. ചുമതല ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. അധ്യക്ഷന്റെ കാലാവധി 5 വർഷമാണ്. പ്രഥമാധ്യക്ഷൻ കെവി കമ്മത്ത് എന്ന ഇന്ത്യൻ. നിലവില് ദിൽമ വാന റുസൂഫ്, ബ്രസീൽ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ചൈനയിലെ ബീജിംഗ് ആണ്. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ
ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. ഒരു ഗവൺമെന്റിതര പാരിസ്ഥിതിക സംഘടന. സ്ഥാപിതമായത് 1971. കാനഡയിലെ വാൻകൂവർ അഥവാ അലൂഷ്യൻ ദ്വീപിലാണ് രൂപീകരിക്കപ്പെടുക. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് മെൻ മെറ്റ്കാഫ് ആണ്. ഗ്രീൻ പീസ് ഇന്റർനാഷണൽ രൂപം കൊണ്ടത് 1979. ആസ്ഥാനം ആംസ്റ്റർഡാം. ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ മുൻഗാമിയെ കണക്കാക്കുന്നത് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ആണ് തരാറ്. അതല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ കാണും. രണ്ടും ഒരുമിച്ച് തരാൻ സാധ്യതയില്ല. ഇനി രണ്ടും ഒരുമിച്ച് തന്നാൽ നിങ്ങൾ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ എഴുതുക. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. രണ്ടും ഒരുമിച്ച് തന്നെ തരാറില്ല കേട്ടോ. ഗ്രീൻ പീസ് ഇന്റർനാഷണലിലെ ആദ്യ ഡയറക്ടർ ഡേവിഡ് മഡ്ഡഗാർഡ്. ലക്ഷ്യം തിമിംഗല വേട്ട, ട്രോളിംഗ്, ഉൾക്കടൽ മത്സ്യബന്ധനം, ആഗോളതാപനം, വനനശീകരണം എന്നിവയ്ക്കെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിതമായത് 1977. സ്ഥാപക വങ്കാരി മാതാ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ് 2004. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം കെനിയയാണ്. ലക്ഷ്യം മരനടൽ, പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം എന്നിവയിലൂടെ ഗ്രാമീണ സമൂഹങ്ങളുടെ ഉപജീവനം മെച്ചപ്പെടുത്തുക. ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലും. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനം. സ്കൗട്ട്സ് രൂപീകരിച്ചത് 1907. ഗൈഡ്സ് രൂപീകരിച്ചത് 1910. സ്ഥാപകർ റോബർട്ട് എസ് ബെയ്ഡൻ പവലും പിന്നെ ആഗ്നസും. സ്കൗട്ട്സിന്റെ ആസ്ഥാനം ജനീവയാണ്. ഗൈഡ്സിന്റെ ആസ്ഥാനം ലണ്ടൻ. ആപ്തവാക്യം ബി പ്രിപ്പയർഡ്, തയ്യാറായിരിക്കുക. ലക്ഷ്യം കുട്ടികളിലും യുവാക്കളിലും ആത്മാർത്ഥത, സാമൂഹ്യ സേവനം, രാജ്യസേവനം എന്നിവ വളർത്തുക. സ്വഭാവ രൂപവൽക്കരണം, രാജ്യത്തോടുള്ള ആത്മാർത്ഥത, പിന്നെ സമൂഹ സേവനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ലോക സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജനീവയുമാണ്. മറക്കില്ലാലോ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും കൃത്യമായി പഠിച്ച് റിവിഷൻസ് ഉറപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം.